ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനില്ലേ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വന്നത് എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ വേനൽ നല്ല കഠിനമായ ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ പറ്റുന്നത് അത്രയും വെള്ളം കുടിക്കുക. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം ഒരുപാട് വിയർത്ത് പോകുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഒരു തളർച്ചയും അനുഭവപ്പെടുന്നു. അത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുകയും ചെയ്യണം. കാര്യം യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടൈമാണ് ഈ വേനൽക്കാലം എന്ന് വെച്ചാൽ. നമ്മുടെ വസ്ത്രധാരണവും കോട്ടൺ തന്നെ ഉപയോഗിക്കുക, എക്സ്പെഷ്യലി അടിവസ്ത്രങ്ങൾ. കാരണം നല്ല ചൂടാണ്. പുറത്ത് 11 മണിക്ക് ശേഷം കഴിയുന്നതും പോകാതിരിക്കുക. 3 മണിക്ക് ശേഷം ആവുക നിങ്ങളുടെ യാത്ര. സേഫായിട്ട് തന്നെ പോവുകയും വരികയും വരണം. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരവരുടെ സ്കിന്നിന് യോജിച്ചതായ ഒരു സൺസ്ക്രീൻ എഴുതി വാങ്ങിക്കുകയും അത് അറ്റ്ലീസ്റ്റ് 2 നേരം ഉപയോഗിക്കുകയും ചെയ്യുക. കാര്യം സൂര്യരശ്മികൾ വളരെ ബാഡാണ് ഈ വേനൽക്കാലത്തത്. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു കുടയും കരുതുക, ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ടി വന്നാൽ. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഒരുപാട് വിയർക്കുന്നത് കൊണ്ട് വിയർപ്പിന് സ്മെല്ലുണ്ടാവുകയും നമുക്ക് ഡിസ്കംഫർട്ട് തോന്നുകയും ചെയ്യും. ആ സമയങ്ങളിൽ ഒരു ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കാൻ ശീലിക്കുക. അതും ഈ പറഞ്ഞതുപോലെ പാരബൻസ് ഒന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിയോഡ്രൻറ്റ് തിരഞ്ഞെടുക്കുകയും പ്രിക്ലി ഹീറ്റ് പോലുള്ള പൗഡറുകൾ യൂസ് ചെയ്യുകയും 2 നേരം കുളിക്കുകയും ചെയ്യുക. നമ്മുടെ ശരീരം വേനൽക്കാലത്ത് നല്ലതുപോലെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഹെൽത്തി ആയിട്ട് സാലഡ്സുകളും ഫ്രൂട്ട്സുകളും കഴിക്കുക. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ജ്യൂസുകൾ ഉപയോഗിക്കുക. ഹോം മെയ്ഡ് ജ്യൂസുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പകുതി വെള്ളം ചേർത്ത് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. ഇഞ്ചി, നാരങ്ങ മുതലായവ കൂടി അതിൽ ചേർത്ത് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. അത് നിങ്ങളെ ഹെൽത്തിയറുമാക്കും. അതുകൊണ്ട് നല്ല ചോയ്സുകൾ സ്വീകരിച്ചുകൊണ്ട് keep yourself healthy, clean and happy. Thank you for watching and see you soon with another vlog. Till then, bye for now.